വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിക്ക് മുമ്പ് ഞാൻ നിൽക്കുന്നത്. അഴീക്കോട് അന്തരിച്ച സമയത്ത് തന്നെ പലരും പറഞ്ഞിരുന്നതാണ്, നികത്താനാവാത്ത ഒരു ഗുണമാണ് അദ്ദേഹം അവശേഷിപ്പിക്കുന്നത്. അത് സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഒരാൾ മരിക്കുന്ന സമയത്ത്. ചില ആളുകളുടെ കാര്യത്തിൽ അത് തീർച്ചയായും അതിശയോക്തി കലർന്ന ഒരു പ്രയോഗമല്ല. അഴീക്കോടിൻ്റെ കാര്യത്തിൽ തീർച്ചയായും അത് ഒരു കേവല വസ്തുത ആണെന്ന് അദ്ദേഹം അന്തരിച്ചിത്രയും കാലം കഴിയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എന്താണ് അഴീക്കോട് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ സമൂഹത്തിൽ നടത്തിയ പ്രവർത്തനത്തിൻ്റെ പൊരുൾ? അദ്ദേഹം അഭിമുഖീകരിച്ചത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കേരള സമൂഹത്തെയാണ്. കുറേ കൊല്ലങ്ങളായിട്ട് എന്നെപ്പോലെ വളരെ കൊല്ലം ജീവിച്ചിരുന്ന ആളുകൾക്കതറിയാം. നമ്മൾ എൻ്റെ ചെറുപ്പകാലത്തിൽ ഒക്കെ കേരളം എന്ന് പറഞ്ഞിരുന്നാൽ ഒരു ദരിദ്ര സംസ്ഥാനമായിരുന്നു. അങ്ങനെയുള്ള ഒരു സംസ്ഥാനം ഇന്ന് സാമാന്യം സമ്പന്നമായ ഒരു സംസ്ഥാനമാണ്. രാജ്യത്തിൻ്റെ സമ്പന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഈ വലിയൊരു മാറ്റം കണ്ട ഒരു തലമുറയാണ് എൻ്റേത്. നിങ്ങളിൽ ചിലർക്കും അതിൻ്റെ ആദ്യകാലത്ത് അവസ്ഥ ഒരുപക്ഷെ അറിയുമായിരിക്കും. ഈ വ്യത്യാസത്തെക്കുറിച്ച് ഞാനിപ്പോൾ പറയാനുള്ള ഒരു പ്രധാന കാരണം, യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച്, അതിൻ്റെ അവസ്ഥയെക്കുറിച്ച് വളരെ അധികം ബോധം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിൻ്റെ സ്വഭാവം, ആ മാറ്റങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. കാരണം മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷെ എല്ലാ മാറ്റങ്ങളും നല്ല മാറ്റങ്ങളല്ല. അപ്പോൾ മാറ്റം അനിവാര്യമാണ്. അതേസമയം അത് എപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ പ്രക്രിയ നടക്കുമ്പോൾ നാം കണ്ണ് തുറന്ന് വെച്ച് എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. കാരണം തെറ്റുകൾ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് തിരുത്താനുള്ള അവസരമുണ്ട്. അവ യഥാസമയം കണ്ടുപിടിച്ച് തിരുത്തിയില്ലെങ്കിൽ അവ കൂടുതൽ കൂടുതൽ രൂക്ഷവും സമൂഹത്തിന് കൂടുതൽ കൂടുതൽ ഹാനികരവുമായിത്തീരും. ഒരുപക്ഷെ ആ പ്രക്രിയ ചെയ്തുകൊണ്ടിരുന്ന, വളരെ ഫലപ്രദമായി ചെയ്തുകൊണ്ടിരുന്ന അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു സുകുമാർ അഴീക്കോട്. അദ്ദേഹത്തിന് മുമ്പ് പ്രഭാഷകരുണ്ട്. പക്ഷെ അദ്ദേഹം ഒരു കലയെന്ന നിലയിൽ അതിനെ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തി. പ്രഭാഷണം ഒരു പുതിയ കലയായി അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ അത് വളർന്നു. ആ കലയുടെ ചക്രവർത്തിയായി അദ്ദേഹം നമുക്കിടയിൽ വിരാജിച്ചു. അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്ന് തീർച്ചയായും പറയാനാകും. അദ്ദേഹം നിരന്തരം നമ്മുടെ സംസ്ഥാനത്ത് യാത്ര ചെയ്യുകയും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന
അപജയങ്ങളെക്കുറിച്ച്, പ്രകടമാകുന്ന അപജയങ്ങളെക്കുറിച്ച് നമ്മോട് പറയുകയും ചെയ്യും. നല്ല കാര്യങ്ങൾ അദ്ദേഹം കണ്ടില്ലെന്നല്ല, അദ്ദേഹം അത് കാണുന്നുണ്ട്, അതുപോലെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരു മനുഷ്യക്ക് സമൂഹത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവന കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് കാണുമ്പോൾ അത് വിളിച്ചു പറയുക എന്നുള്ളതാണ്. അതിന് എല്ലാവർക്കും കഴിഞ്ഞിരിക്കില്ല. നമ്മളെല്ലാം പലതരത്തിലുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. എനിക്ക് യാതൊരു പരിമിതിയുമില്ല, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം എന്നൊക്കെ പറയുന്നത് കേവലം ധാർഷ്ട്യമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരമമായ സ്വാതന്ത്ര്യം നമുക്കില്ല എന്നതാണ് വസ്തുത. നമ്മളൊരു സമൂഹത്തിൻ്റെ ഭാഗമാണ്. ആ സമൂഹത്തിൻ്റെ ചില നിയമങ്ങളും രീതികളും ഒക്കെ സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് ശ്രമിക്കാം. അത് സൗമ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ ആവാം, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതല്ലെങ്കിൽ വളരെ അധികം വിപ്ലവകരമായ രീതിയിൽ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ശ്രമിച്ചിട്ടുള്ളവരും വിജയിച്ചിട്ടുള്ളവരും നമ്മുടെ സുമാർ അഴീക്കോടിനെ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ മനസ്സിൽ വരുന്ന ഒരു വസ്തുത പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം വളരെയധികം പ്രഭാഷണങ്ങൾ നടത്തിയ ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലം. യഥാർത്ഥത്തിൽ അത് പൂർണ്ണമായും മനസ്സിലാക്കാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയത് അല്പം വൈകിയാണ്. കാരണം ഞാൻ ഈ സംസ്ഥാനത്തിന് പുറത്ത് വളരെ കൊല്ലം ജോലി ചെയ്യുക, പത്രപ്രവർത്തകരുടെ നിലയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്. എവിടെയാണെങ്കിലും സുമാർ അഴീക്കോടിൻ്റെ പ്രഭാഷണങ്ങളെ കുറിച്ച് അറിയുന്നുണ്ട്. പക്ഷേ ഒരു പ്രഭാഷണം കേൾക്കുവാനുള്ള അവസരം എനിക്ക് കിട്ടിയത് വളരെ വൈകിയാണ്. ആ അവസരം യഥാർത്ഥത്തിൽ ഞാൻ തന്നെ സൃഷ്ടിച്ചതാണെന്നും പറയാം. ഞാൻ വിജിൽ ഇന്ത്യ മൂവ്മെൻ്റ് എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രസ്ഥാനവുമായി ചേർന്ന് കുറച്ചു കാലം പ്രവർത്തിച്ചിരുന്നു. അന്ന് ഒരു വിദ്യാർത്ഥികൾക്കായി ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഒരു കുറേ ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ അതിലൊരു ദിവസം അതിൻ്റെ ഒരു ആദ്യ ദിവസം തന്നെ അഴീക്കോട് ഭാഷയിലെ ഒരു പ്രഭാഷണം. ഞാൻ അദ്ദേഹത്തെ അടുത്ത് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ഉള്ളൂ. കാരണം ഞാൻ ജോലി ചെയ്തതൊക്കെ ദൂരെയാണ്. പക്ഷെ അദ്ദേഹത്തിന് എന്നെക്കുറിച്ച് കേട്ടറിവുണ്ട്. അപ്പം ഞാൻ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ഒരു ചിത്രപ്പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു, കേൾക്കുകയായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരാളവിടെ ഇരിക്കുന്നു, ഒരു മുള്ളിയിൽ പോയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് എൻ്റെ കരിയറിനെ കുറിച്ചുമൊക്കെ കുറേ അദ്ദേഹം ഞാൻ കരുതിയതിനേക്കാൾ അപ്പുറം മനസ്സിലാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഈ പ്രഭാഷക ചക്രവർത്തിയായി ഉയരുന്നതിന് നടത്തിയ തയ്യാറെടുപ്പ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. കേരളം പുറത്തേക്ക് ഓടി നടന്ന് പ്രസംഗിക്കുന്ന ഒരു കാലമായിരുന്നു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അപ്പോഴാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പല പ്രഭാഷണങ്ങൾ ഏറെ കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായത്. അന്ന് പൊതുവെ പറഞ്ഞിരുന്ന ഒരു ആക്ഷേപം, അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ കയ്യിലാണ് വേദികളെല്ലാം, അതുകൊണ്ട് അദ്ദേഹം ആ വേദികൾക്ക് വേണ്ടി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്നു.
എന്നൊരാക്ഷേപം ഞാൻ അന്ന് കേട്ടിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു ആക്ഷേപത്തിന് കാരണമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അദ്ദേഹം ഓഡിയൻസിനെ കണ്ടിട്ട് അവർക്കിഷ്ടമുള്ളത് പറയുകയായിരുന്നില്ല ചെയ്തത്. ജീവിതത്തിലുടനീളം പ്രഭാഷകൻ എന്നുള്ള നിലയിലുള്ള ജീവിതകാലം മുഴുവനും അദ്ദേഹം സമൂഹത്തെയാണ് അഭിസംബോധന ചെയ്തത്. സമൂഹത്തിൻ്റെ തിന്മകളിലേക്ക് വിരൽ ചൂണ്ടുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയും, എല്ലാം കുറ്റങ്ങൾ പറയുന്ന ആളുകളാണ്. കുറ്റങ്ങൾ പറയുന്നവയാണ്. കുറ്റങ്ങൾ പറയാൻ ആളുകൾ ഉണ്ടാവുകയും നമുക്ക് നമ്മുടെ പോരായ്മകളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കുറ്റം പറയുന്നവരും അവരുടേതായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഒരു വലിയ സംഭാവന ചെയ്യുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിനിടയിൽ എന്തെങ്കിലും ദുരുപദിഷ്ടമായ എന്തെങ്കിലും ദുഷ്ടലാക്കോടുകൂടിയൊക്കെയുള്ള വിമർശനങ്ങൾ നടത്തുന്നവരും ഉണ്ടാകാം. പക്ഷേ സത്യസന്ധമായ വിമർശനം ധാരാളം ഉണ്ട്. അവയെല്ലാം ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹത്തിന് കഴിയണം. അങ്ങനെയുള്ളൊരു ആവശ്യം ഈ കാലഘട്ടം നമ്മുടെ മുന്നിൽ വെക്കും. നമുക്കെല്ലാം അറിയാം, നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ സന്തോഷമുണ്ടാകും. പിന്നെ നമ്മൾ പലരും ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മെ അധികാര കേന്ദ്രങ്ങളോട് അടുപ്പിച്ച് നിർത്തുന്നുണ്ട്. അത് നമ്മുടെ അഭിപ്രായ രൂപീകരണത്തെ ബാധിച്ചെന്ന് വരിക്കും. പക്ഷേ സത്യസന്ധമായി അഭിപ്രായങ്ങൾ പറയുവാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് നാം തിരിച്ചറിയുകയും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ആരോടുള്ള കടമ? നമുക്ക് സമൂഹത്തോടുള്ള. സമൂഹവുമായി നമ്മൾ ഇടപെടുമ്പോൾ തികച്ചും സത്യസന്ധമായി പ്രവർത്തിക്കുവാൻ നാം ഓരോരുത്തർക്കും കടമയുണ്ട്. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയുമായി നടത്തുന്ന ഇടപെടൽ പോലെയല്ല ഒരു വ്യക്തിയും സമൂഹവുമായുള്ള. വ്യക്തികൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാവാം, അതിന് കാരണങ്ങളുണ്ടാവാം. അങ്ങനെ കാരണങ്ങളുള്ളപ്പോൾ ആ കാരണങ്ങൾ പരിഹരിച്ചുകയാണ് അതിന് ഫലമാണ്. എന്നാൽ സമൂഹത്തിൻ്റെ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പരിമിതികളൊന്നുമില്ല. ഏത് കാലത്തും ഏത് സാഹചര്യത്തിലും സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾ മുന്നിൽ പ്രവർത്തിക്കാനുള്ള ബാധ്യത സമൂഹത്തിലെ ഓരോ അംഗത്തിനുമുണ്ട്. സുമാരപ്പോൾ നിരന്തരം സംസ്ഥാനത്തൊട്ടാകെ ഓടി നടന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ സമൂഹത്തെക്കുറിച്ചാണ്. നമ്മുടെ സമൂഹത്തിലെ അപജയങ്ങളെക്കുറിച്ച് അദ്ദേഹം തീർച്ചയായും കൂടുതൽ സംസാരിച്ചിരിക്കും. അതിനെ ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല. കാരണം സമൂഹത്തിൽ അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള ചുമതല സമൂഹത്തോട് ഉത്തരവാദിത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഓരോ പൗരൻ്റെയും ചുമതലയാണ്. ആ ചുമതല വളരെ നിസ്തുലമായ രീതിയിൽ ദീർഘകാലം
നിറവേറ്റിയ ഒരു അസുലഭ വ്യക്തിത്വമായിരുന്നു സുകുമാരൻ അഴീക്കോട്. അദ്ദേഹത്തിനെ കുറിച്ച് അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം പറഞ്ഞ് കേട്ട കാര്യം, ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് ഈ പ്രഭാഷണ ജീവിതത്തിൻ്റെ ആദ്യകാലത്ത് കൂടുതൽ സമയം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പുറത്താണ് പ്രവർത്തിച്ചത്. പക്ഷേ നാലുമായിട്ടുള്ള ബന്ധം ഒരിക്കലും അടുത്ത് മുറിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ നടക്കുന്നതൊക്കെ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടെല്ലാം അറിയുന്നുണ്ടായിരുന്നു. അതിനകത്ത് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രം. പക്ഷേ ആ ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരുന്നു. ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ സംബന്ധിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള അവസരമുണ്ടായി. ആ അവസരങ്ങൾ എൻ്റെ കഴിവിനൊത്ത് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ വിനിയോഗിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതിനെ ഏർപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അഴീക്കോട് മാഷ് അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് കുറച്ച് ദീർഘമായി സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. ഒരവസരത്തിൽ തിരുവനന്തപുരത്ത് ഒരു മീറ്റിങ്ങിൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം കാലത്തെ ഇവിടെ എത്തി, വൈകിട്ടാണ് മീറ്റിംഗ്. അപ്പോൾ ആ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സമയം ചെലവഴിക്കുകയാണ്. അപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യം, അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് രാജ്യത്തിൻ്റെ സ്ഥിതി മൊത്തത്തിൽ കണക്കിലെടുത്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഗാന്ധിയിലേക്ക് തിരിച്ചു പോകാം. അത് അങ്ങനെ നമുക്ക് ഈ രാജ്യത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അഭിപ്രായത്തോട് എല്ലാവരെയും യോജിക്കണമെന്നില്ല, പക്ഷെ അദ്ദേഹം അത് ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു എന്ന് മാത്രമല്ല, ആ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ വേദികൾ നൽകുന്നത് ഇടതുപക്ഷമാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്ക് ഗാന്ധിയുടെ മാർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അപ്പോൾ അന്ന് അദ്ദേഹം അതിന് ചില ക്രിയാത്മകമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണെന്ന് എന്നോട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഒരു വിശാലമായ ഒരു യോഗം വിളിച്ചു കൂട്ടുക, സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഉള്ള ആളുകളെ വിളിച്ചു കൂട്ടി ഒരു വലിയൊരു സമ്മേളനം നടത്തണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു, ഈ സമൂഹത്തെ ഗാന്ധിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. നിർഭാഗ്യവശാൽ ആ ആഗ്രഹം നിറവേറ്റാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവ താല്പര്യമെടുത്തിരുന്നവരും അദ്ദേഹത്തെ ഒരു വഴികാട്ടിയായി കണ്ടിരുന്നവരും ഇതറിയേണ്ടതാണ് എന്നതോടുകൂടിയാണ് ഈ അവസരത്തിൽ ഞാനത് പറയുന്നത്. കേരളം നമ്മുടെയൊക്കെ ജീവിതകാലത്ത് വലിയ മാറ്റങ്ങൾ കണ്ട ഒരു സംസ്ഥാനമാണ്. എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്കറിയാം, നമ്മളൊക്കെ ജീവിതം ആരംഭിക്കുന്ന കാലത്ത് ഇതൊരു ദരിദ്ര സംസ്ഥാനമായിരുന്നു. ഇന്ന് ഇതൊരു സമ്പന്ന സംസ്ഥാനമാണ്. ഇതിൻ്റെ ഫലമായി, ഈ മാറ്റത്തിൻ്റെ ഫലമായി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ മാറ്റമുണ്ടായി. 60-70 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ നേരിട്ട പ്രശ്നങ്ങൾ ഒരു ദരിദ്ര സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും ഒരു
ഒരു സമ്പന്ന സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. അത് അനിവാര്യമായ ഒരു മാറ്റമായി നമുക്ക് കാണാം. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് മറക്കാനാവില്ല. കാലം മാറും, സമൂഹം കൂടുതൽ സമൃദ്ധമായ സമ്പന്നമായ ഒന്നായി മാറിയെന്നിരിക്കും. മറിച്ചും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അറിയാം, ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം. അപ്പോൾ ഏത് സമയത്തും നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ആ കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഉള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യേണ്ടതാണ് സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്ത ഒരാളായാണ് ഞാൻ ശുഭാനന്ദ കോവിലിനെ കാണുന്നത്, ഇന്നും ഓർക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അദ്ദേഹം അന്തരിച്ച സമയത്ത് തന്നെ ഞാൻ ഉൾപ്പെടെ പലരും ചോദിച്ചു, ഇനി ആര് ഇനിയൊരു ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് ഒരു തിരുത്തൽ ശക്തി, സമൂഹത്തിലൊരു തിരുത്തൽ ശക്തിയായി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. ആ ചോദ്യം ഒരുപക്ഷെ ഇപ്പോഴും പ്രസക്തമാണ്. അതേസമയം അതൊരു വ്യക്തിയിൽ തന്നെ കണ്ടെത്തണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. പ്രസ്ഥാനങ്ങളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പല സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനങ്ങൾക്കൊക്കെ ഇടപെടാനുള്ള കഴിവുമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നിരാശയ്ക്ക് ആവശ്യമില്ല, അതിന് ഇടമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സദാസമയവും നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ മാറ്റങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ അവയുടെ സ്വഭാവം മനസ്സിലാക്കുകയും അതിൽ തെറ്റായ പ്രവണതകൾ ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ അത് തിരുത്താൻ അപ്പോൾ തന്നെ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഗമനം കൂടുതൽ സുഗമമായിരിക്കും, ഫലവത്തായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ആ ഒരു പാഠമാണ് എനിക്ക് തോന്നുന്നു അഴീക്കോയിലിൻ്റെയും അതുമാതിരിയുള്ള മനുഷ്യകളുടെയും ജീവിതത്തിൽ നിന്ന് നാം ഉൾക്കൊള്ളുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.